ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ കല്യാണിയോട് സ്നേഹം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് വെറും അഭിനയം മാത്രമാണ്. ഇത് ഹരി കാണുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കല്യാണിയുടെ അരികിലേക്ക് വീണ വരുന്നതും പുതപ്പ് പുതച്ചു കൊടുക്കുന്നതുമൊക്കെ ഹരി കാണുന്നുണ്ടായിരുന്നു. വീണ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹരി തടയുന്നു. നീ എൻ്റെ മുറിയിൽ കയറിയത് എന്തിനാണെന്ന് ഹരി ചോദിക്കുമ്പോൾ വീണ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം? നീ എൻ്റെ മോളുടെ അരികിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ലെന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നു, അവൾ എൻ്റെ മകളാണ്, ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. പിന്നെ നിങ്ങളുടെ മകളാണ് എന്നുള്ള ഈ പറച്ചിൽ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഞാൻ പിഴച്ചവളാണെന്ന് 1000 തവണ ആവർത്തിച്ചാലും ഞാൻ അവളെ പ്രസവിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങളുടെ മകളാണെന്ന് എത്ര തവണ ആവർത്തിച്ചാലും അത് സത്യമാകുമോ? എടി, ജന്മം കൊണ്ട് മാത്രമല്ല മകളും അച്ഛനും ആകുന്നത് എന്ന് ഹരി. അത് സാഹിത്യം, പക്ഷേ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമെന്ന് വീണ. നീ ആ കുഞ്ഞിന്റെ അടുത്തിരിക്കുന്നത് നിന്റെ മനസ്സിൽ നന്മയുണ്ടായിട്ടല്ല, നിന്റെ മനസ്സിൽ പുതിയ എന്തോ തീരുമാനമുള്ളതുണ്ടാ, ചതിക്കാനുള്ള പുതിയ തീരുമാനമെന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് സഹിച്ചോ. എൻ്റെ മോളെ ഞാൻ ഇഷ്ടമുള്ളപ്പോൾ കാണും, ഇഷ്ടമുള്ളിടത്തോളം കൂടെ ഇരിക്കുകയും ചെയ്യും. അത് ചോദ്യം ചെയ്യണ്ട. ചോദ്യം ചെയ്താൽ അവൾ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതിന് എനിക്കധികം സമയമൊന്നും വേണ്ട. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്ട്രെങ്ത് അറിയാലോ. നിങ്ങൾ തോറ്റുപോകും, തോറ്റ് തകർന്നു പോകും. ഇത്രയും പറഞ്ഞ് വീണ പോകുമ്പോൾ ഹരിക്ക് പിന്നെ മറുപടി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. നിത്യ പോലും ഹരിക്ക് നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ ഹരിക്ക് കല്യാണി കൂടി നഷ്ടപ്പെട്ടാൽ ഹരി ആകെ തകർന്നു പോകും. ഹരി കല്യാണിയുടെ അരികിലേക്ക് വന്നു. കല്യാണിയുടെ അരികിലേക്ക് വന്നിരുന്ന് വളരെ സ്നേഹത്തോടെ കല്യാണിക്ക് ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുജാത ഒരു വക്കീലിനെ കാണാൻ വന്നിരിക്കുന്നു. കാര്യങ്ങളെല്ലാം തന്നെ വക്കീലിനോട് പറയുകയാണ്. നിത്യയ്ക്കൊരു ജീവിതം ഉണ്ടാക്കിയേ പറ്റൂ. നിയമത്തിന്റെ നൂലാമാലകൾ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരമ്മയുടെ വേദനയാണ് സാർ. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം. ഡിവോഴ്സ് പേപ്പർ കാണിക്കാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഹരിയുടെയും നിത്യയുടെയും വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം സേഫാണ്. സാറിന് പേപ്പർ ശരിയാക്കി തന്നാൽ മതി, അവനെ കൊണ്ട് ഞാൻ ഒപ്പിടിപ്പിച്ചോളാം എന്ന് സുജാത. എങ്ങനെ? അവനതിന് തയ്യാറാകണ്ടേ എന്ന് വക്കീല് പറയുന്നു. തയ്യാറാകും. നിത്യ അടക്കം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹരിയുമായിട്ടുള്ള വിവാഹത്തിന് എന്തും ചെയ്യാമെന്ന് അവൻ പറഞ്ഞതാണ്. അവന്റെ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും. അത് വെച്ച് ഒപ്പിട്ട് വാങ്ങിക്കാൻ എനിക്ക് കഴിയും. ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടാൽ തന്നെ അത് കഴിഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഒത്തുപോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. സുജാത പറയുന്നു, ഒരു ഭ്രാന്തന്റെ കൂടെ ഒരു പെൺകുട്ടി ജീവിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ, ഒരു കൊലപാതകന്റെ കൂടെയും ജീവിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ ആയുസ് ഒടുങ്ങുന്നത് വരെ എന്നൊക്കെ ഇങ്ങനെ സുജാത പറയുന്നുണ്ട്. തൽക്കാലം അവനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനുള്ള പേപ്പർ ഒന്ന് ശരിയാക്കി തന്നാൽ മാത്രം മതി. ബാക്കി ഞാനും എൻ്റെ ഭർത്താവും കൂടി നോക്കിക്കോളാം. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഞാൻ സാറിൻ്റെ അരികിലേക്ക് വരാമെന്ന് പറയുമ്പോൾ സാറ് പറയുന്നു, പേപ്പർ ഞാൻ ശരിയാക്കി തരാം. ഒപ്പിടിപ്പിക്കേണ്ടതും തുടർന്നുള്ള നടപടികളെല്ലാം ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗമാണ്. നിയമത്തിന്റെ കാര്യം മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. മതി സാർ, ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് സുജാത. ശേഷം കാണിക്കുന്നത് ജീവൻ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. ഈ വീടിനുള്ളവരെല്ലാം ഒറ്റക്കെട്ടാണ്. അവരുടെ കല്യാണം കഴിഞ്ഞോ എന്ന് അറിയണമെങ്കിൽ പുതിയ കളികൾ കളിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ജീവൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സുജാത എത്തിയിരിക്കുന്നത്. സുജാതയുടെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. അത് ഡിവോഴ്സ് പേപ്പർ തന്നെയാണ്. പിന്നെ നിത്യയും അവിടേക്ക് വന്നു. ഞാൻ മോളെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. പിന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് സുജാത പറയുന്നുണ്ട്. മോനെ, അന്ന് പോലീസ് സ്റ്റേഷനിൽ ഹരിക്കും നിത്യയ്ക്കും പോകേണ്ടി വന്നില്ലേ? ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് അന്ന് അവര് വിശ്വസിച്ചില്ലല്ലോ. അന്ന് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തോണ്ടാണ്. രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ശ്രമിച്ച സമയത്തൊക്കെ ഓരോ തടസ്സങ്ങൾ ഉണ്ടായത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ആ തടസ്സം മാറ്റണ്ടേ? പോലീസ് സ്റ്റേഷനിൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണ്ടേ എന്ന് സുജാത പറയുന്നു. നിത്യയുടെ മുന്നിലായതുകൊണ്ട് തന്നെ ജീവനൊന്നും പറയാനും സാധിക്കുന്നില്ല. വേണ്ട മോനെ എന്ന് വീണ്ടും സുജാത പറയുമ്പോൾ വേണം എന്നിങ്ങനെ മനസ്സോടെ ജീവൻ പറയുന്നുണ്ട്. വേണം. രജിസ്റ്റർ ഓഫീസിലെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ വിവാഹത്തിന്റെ ഡിവോഴ്സ് പേപ്പർ വേണം. അത് വേണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യണ്ടേ? ഞാനൊരു അഡ്വക്കേറ്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിത്യ ജീവനെ നോക്കുന്നുണ്ട്. ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം ഹരിയുടെയും നിത്യയുടെയും കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കഷ്ടപ്പെട്ടതും നീയല്ലേ? അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അപ്പോ മോനൊരു കാര്യം ചെയ്തേ, ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക് എന്ന് സുജാത പറയുന്നു. നിത്യയുടെ മുന്നിലായതുകൊണ്ട് സങ്കടം ഉള്ളിലൊതുക്കി സന്തോഷം നടിക്കുകയാണ് ജീവൻ. നിത്യയാണെങ്കിൽ വിഷമത്തോടെ ജീവനെ നോക്കുന്നു. മോളെ, ഇപ്പോൾ ഇത് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന് നിത്യയോട് പറയുന്നുണ്ട് സുജാത. എന്താ മോനെ, ഒപ്പിടാൻ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നു. പേനയുമായി റെഡിയായി നിൽക്കുക തന്നെയാണ് സുജാത. ആ പേപ്പർ കയ്യിൽ പിടിച്ച് ജീവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്.
എന്റെ വിഷമം നടക്കേണ്ട കാര്യമല്ലേ, നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യമല്ലേ എന്നൊക്കെ ജീവൻ. എന്നാ പിന്നെ ഒപ്പിടും മോനെ, ആ ഇരിക്കേ എന്നൊക്കെ സുജാത പറയുന്നു. നിത്യയുടെ മുന്നിലായതുകൊണ്ട് ജീവൻ ഒപ്പിട്ടേ മതിയാകൂ. ജീവന്റെ തൊട്ടരികിലിരിക്കുകയാണ് സുജാത. അമ്മയുടെ ഐഡിയ എങ്ങനെയുണ്ട് എന്ന് പതിയെ പറയുകയാണ് സുജാത. നന്നായിട്ടുണ്ട് എന്ന് ജീവനും ഇതുപോലെ പതുക്കെ പറയുന്നു. നിത്യയുടെ മുന്നിൽ നല്ലവനാകാൻ വേണ്ടിയിട്ടല്ലേ നീ വിവാഹത്തിന് മുന്നിൽ നിന്നത്? ആ കാര്യത്തിൽ നീ സത്യസന്ധനായിരുന്നു എന്ന് അവൾക്ക് തോന്നിക്കോട്ടെ. ഒപ്പിടും മോനെ എന്നൊക്കെ സുജാത പതിയെ പറയുന്നു. ജീവൻ അമ്മയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ജീവൻ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇത് കണ്ട് നിത്യ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഒപ്പിട്ട ഉടൻ തന്നെ സുജാത ജീവന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങിക്കുകയും ചെയ്തു. ഹോ, സമാധാനമായെന്ന് പറയുന്നു. നന്നായമ്മേ, വളരെ നന്നായി എന്ന് ജീവൻ പറയുമ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞ് സുജാത അവിടെ നിന്ന് പോകുന്നു. ജീവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ അമ്മ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിത്യയുടെ അരികിലേക്ക് സുജാത വരുന്നു. ഇതിൽ മോളും കൂടി ഒപ്പിടാനായിട്ട് സുജാത പറയുന്നു. പറഞ്ഞത് കേട്ടില്ലേ, മോളും കൂടി ഒപ്പിട്ടാലേ നിയമപരമായി വേർപിരിയാൻ സാധിക്കൂ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, അമ്മ ചെയ്യുന്നത് തെറ്റാണമ്മേ. ഒരാൾ വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ തട്ടിപ്പറിക്കുന്നത് ശരിയാണോ? അമ്മ പറഞ്ഞ വാക്കുകൾ അമ്മയുടെ മോൻ അനുസരിച്ചു. അമ്മയ്ക്ക് ചോദിക്കാൻ കണക്കുകൾ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ആ പാവം അങ്ങനെ ചെയ്തത്. സുജാത പറയുന്നു, പാവോ, എന്റെ മകനെ കുറിച്ച് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്? നോക്കുമോളെ, നിന്നോട് തർക്കിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നും എപ്പോഴും അമ്മ പറയുന്നത് നീ കേൾക്കുന്നുണ്ടല്ലോ. ഇതും കൂടി. ഇല്ലമ്മേ, ഞാൻ ഒപ്പിടില്ല. എനിക്ക് വേണ്ടാത്ത ഡിവോഴ്സ് അമ്മ പിടിച്ചു വാങ്ങിക്കുന്നത് എന്തിനാ? ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ. എന്നെ താലി കെട്ടി പുരുഷനോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് കാണിച്ചു തരാൻ അമ്മയ്ക്ക് സാധിച്ചോ? മറിച്ച് ജീവൻ മാറിയതിന്റെ 100 തെളിവുകൾ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തന്നാലും അമ്മ വിശ്വസിക്കില്ല. അങ്ങനെയാണോ ഒരമ്മ ചെയ്യേണ്ടത്? എനിക്ക് നിത്യ പറയുന്നുണ്ട്. ദേഷ്യത്തോടെ സുജാത നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഒരുപാട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ നിന്നെ അവന് കൊല്ലാനായി എറിഞ്ഞു കൊടുക്കില്ല എന്നതാണ് എന്റെ തീരുമാനം. കൊല്ലുന്ന ആരാ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ആ മനുഷ്യൻ കരഞ്ഞൊരു കരച്ചിലുണ്ട്. അത് ഞാൻ ബോധത്തിലാണെന്ന് കരുതിയിട്ടല്ല. അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ നെഞ്ചിൽ കുത്തി കയറുന്നുണ്ട്. അതൊക്കെ ഞാൻ മറക്കാം അമ്മേ. അമ്മ പറഞ്ഞതുപോലെ ജീവൻ തെറ്റുകാരനാണെന്ന് അമ്മ എനിക്ക് കാണിച്ചതാ. ദേഷ്യത്തോടെ സുജാത പറയുന്നു, നിന്നോടതിൽ ഒപ്പിടാനാണ് ഞാൻ പറഞ്ഞതെന്ന്. നിത്യ പറയുന്നു, ഇല്ല. സുജാത ഇത്രയ്ക്കും ദേഷ്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവന്റെ കയ്യിൽ നിന്നും ഈ ഒരു ഒപ്പ് സുജാത വാങ്ങിച്ചെടുത്തത്. അതും നിത്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ. എന്നിട്ട് നിത്യ ഒപ്പിടില്ല എന്ന് വെച്ചാൽ അത്രത്തോളം ദേഷ്യം വരുന്നുണ്ട് സുജാതയ്ക്ക്. പിരിയാനുള്ള കാരണം വ്യക്തമായി ബോധ്യപ്പെടാതെ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് നിത്യ. അപ്പോൾ തന്നെ സുജാത നിത്യയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചു. അവസാനം നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചില്ല മോളെ. നിന്നെയൊന്ന് തൊട്ട് നോവിക്കാൻ പോലും ഒരാളെ സമ്മതിക്കാത്തവളാണ് ഞാൻ. എന്നിട്ടും എന്റെ കയ്യിൽ നിന്ന്. നിത്യ പറയുന്നു, അമ്മ തല്ലിക്കോ, അതല്ലെങ്കിലും ജയിക്കാൻ തീരുമാനിച്ചവരെ തല്ലി ഒരുക്കുകയല്ലേ ചെയ്യുന്നത്. അമ്മ കൂടി ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പ്രതീക്ഷ, അതും പോയല്ലോ. സുജാത പറയുന്നു, വേണ്ട, നിന്റെ സംസാരം കേട്ട് എനിക്ക് എന്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല. ഇത് ഇവിടെ ഇരിക്കും. 2 ദിവസത്തിനുള്ളിൽ നീ കൃത്യമായ ഒരു തീരുമാനം എടുത്തിരിക്കണം. ഇതിൽ ഒപ്പിട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് ദേഷ്യത്തോടെ സുജാത പറയുന്നുണ്ട്. എന്നിട്ട് ആ മേശപ്പുറത്ത് വെക്കുകയാണ്. സുജാത അത്രയും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം വീണ കാണുന്നുണ്ടായിരുന്നു. ഇതേസമയം ജീവനെ കാണിക്കുന്നുണ്ട്. ജീവൻ മുറി തുറന്ന് അകത്തേക്ക് വന്നിട്ട് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട കാര്യം ആലോചിക്കുന്നു. എന്നിട്ട് ജീവന് വല്ലാണ്ടങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാ പ്ലാനും അമ്മ തകർക്കും. തൽക്കാലം അമ്മ ജയിച്ചു. ഈ കൈകൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചു. അവിടെ ആ കണ്ണാടിയിൽ പോയി നോക്കുകയാണ് വളരെ ദേഷ്യത്തോടെ. എന്നിട്ട് ലൈറ്റർ ഇങ്ങനെ കത്തിക്കുന്നുണ്ട് ജീവൻ. വീണ്ടും ആ പേപ്പറിൽ ഒപ്പിട്ട കാര്യമാണ് ജീവൻ ആലോചിക്കുന്നത്. ലൈറ്റർ എടുത്തിട്ട് ലൈറ്ററിൽ തീ കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ കൈ വെക്കുകയാണ് ജീവൻ. ആ കൈ കൊണ്ട് ഒപ്പിട്ടതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ കുറച്ച് കത്തിച്ചപ്പോൾ ലൈറ്റർ അണഞ്ഞു പോയിരിക്കുന്നു. ദേഷ്യത്തോടെ ലൈറ്റർ എടുത്ത് എറിയുകയാണ് ജീവൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.